എത്രയോ രീതികളിൽ ദിവസേന ചത്തുപോകുന്നു. അവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ആ, തപ്പിയെടുക്കട്ടെ, ശവമെങ്കിലും കണ്ടെത്തിയാ മതിയായിരുന്നു. നിങ്ങളോടൊന്നും മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? എത്ര നല്ല മനസ്സാ അവരുടെ. നമ്മളോടൊക്കെ പെരുമാറിയ രീതി കണ്ടില്ലേ? ദൈവം അവരെ കാത്തുരക്ഷിക്കും. ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുഞ്ചൻകടവ് കായലിലാണ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗായിക ശ്യാമയുടെ ചെരുപ്പും ഷോളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ശ്യാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത്. എന്താ നോക്കാം. നാട്ടുകാരുടെ സഹായത്തോടു കൂടി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സ്വന്തം വീട്ടിൽ നിന്നും കാണാതായ ഗായിക ശ്യാമയ്ക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിരിക്കുന്നത്. കണ്ടുകിട്ടിയ ഷോളും ചെരുപ്പുകളും ശ്യാമയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വല്ലാത്തൊരു ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ പ്രേക്ഷകരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ അത് തീർന്നു. ആ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. ഇതിപ്പോ ശ്യാമ ചാടിയത് കായലോളം ആയിപ്പോയി. ഒന്നും മിണ്ടാതിരിക്കാമേ. ഒരു ദുരന്തമാണോ ഇങ്ങനെ ആഘോഷിക്കുന്നത്? ആർക്ക് ദുരന്തം? ഈ ലോകത്ത് എത്രയോ മനുഷ്യര് എത്രയോ രീതികളിൽ ദിവസേന ചത്തുപോകുന്നു. അവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ആ, തപ്പിയെടുക്കട്ടെ, ശവമെങ്കിലും കണ്ടെത്തിയാ മതിയായിരുന്നു. നിങ്ങളോടൊന്നും മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? മുത്തശ്ശി, വാ. 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 ദേവേട്ടാ, ആ പ്രതീക്ഷ അവസാനിക്കുകയാണ്. നല്ല മനുഷ്യരെന്നും ഈ ഭൂമിക്ക് വേണ്ട യശോദ. മനസ്സിൽ നന്മയുള്ളവർക്കൊന്നും രക്ഷയില്ല. എങ്ങോട്ടാ ഈ കാലത്തിന്റെ പോക്ക്? എന്റെ മോളിതെങ്ങനെ സഹിക്കും ഈശ്വര? എങ്ങനെ താങ്ങാൻ പറ്റാനാ? എത്രയോ കാലത്തിന് ശേഷം ഒന്നിച്ചതാ അമ്മയും മോളും. എന്നിട്ടിപ്പോ നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സാ ശ്യാമയുടേത്. എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ? നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ അമ്മേ? ആ ശാപം ശ്യാമയുടെ മേലും പതിച്ചു കാണും. അല്ലാതെ ഇതിനിപ്പോ എന്താ മറുപടി പറയാ? മോനെ, നീ സൂര്യ ഒന്ന് വിളിച്ചു നോക്കി. വരുൺ, എന്താ ഏട്ടാ?
എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ലടാ, തിരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. രാധികയുടെ അവസ്ഥ എന്താ? അയാൾ തളർന്ന് ബോധമില്ലാതെ കിടക്കുക. ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്. എങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കായിരുന്നില്ലേ? നല്ല ഷോക്ക് ഉണ്ടാവും. നോക്കട്ടെ ഏട്ടാ. ആ ശരി. എന്തായി വരുൺ? തെരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അമ്മ വരുൺ, വരുൺ, അമ്മയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? പോലീസുകാരെന്തേലും പറഞ്ഞോ? ഇല്ലടോ. ഞാനും എന്റെ അമ്മയെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് എന്നോട് എന്തൊക്കെയാ അമ്മ പറഞ്ഞേൽപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞതാ ഞാൻ കൂടെ കിടക്കാന്ന്. സമ്മതിച്ചില്ല. മോളെ, മുത്തശ്ശി അമ്മ എന്ത് സന്തോഷത്തിലായിരുന്നറിയോ? എല്ലാരോടും ചിരിച്ചും കളിച്ചും വിളമ്പി തന്നും കഴിപ്പിച്ചും. ഒരു വാക്കോലും പറയാതെ അമ്മ എവിടെ പോവാനാ? എന്നെ അമ്മ അങ്ങനെ പോവില്ല. അമ്മ ആരോ എന്തോ ചെയ്തതാ. മോളെ, അച്ഛനോട് ഓരോ പ്രശ്നങ്ങൾ കാരണം തല താഴ്ത്തിരിക്കുമ്പോ അമ്മ എന്നോട് പറഞ്ഞെന്തൊക്കെയാന്നറിയോ? കരുമംഗലത്തെ പരമേശ്വരൻ രാജാവിനെ പോലെ ജീവിച്ച ആളാ, ഒരിക്കലും ആ തല താഴ്ന്നൂടാന്ന്. അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ദൈവത്തിന്റെ കാരുണ്യായിട്ട് കാണുന്ന. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ എങ്ങോട്ടെങ്കിലും ആരും അറിയാതെ പോവോ? എനിക്ക് വീണ്ടും ആരും ഇല്ലാതായി പോയല്ലോ അച്ഛ.